1986 എഴുതിയ ഒരു ഗാനമാണ് ഇന്നത്തെ ധ്യാനത്തിന് വിഷയമാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. 1986 എന്ന് പറയുമ്പോൾ എൻ്റെ ഗാനരചനയുടെ ആരംഭകാലങ്ങളാണ്. മാവേലിക്കര താമസിക്കുന്ന കാലമാണ്. വാടക വീടുകൾ ഒന്നിനു പുറകെ ഒന്നായി ഒരു വർഷം മാത്രം താമസിച്ച വാടക വീടുണ്ട്. അതിൽ കൂടുതൽ 4 വർഷവും 5 വർഷവും താമസിച്ച വാടക വീടുകൾ. ഈ വാടക വീടുകൾ മാറി മാറി ഞങ്ങൾ മടുത്തു എന്ന് പറഞ്ഞാൽ മാറുന്നതിന്റെ വിഷമല്ല, പാക്കിങ്ങിന്റെ വിഷമാണ് ഏറ്റവും വലിയ വിഷമം. സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന 1-2 പ്രാവശ്യം വളരെ നല്ല 1-2 ഫർണിച്ചർ കേടുപറ്റി അതിന്റെ വേദനയെ സഹിക്കേണ്ടി വന്നു. അങ്ങനെ വീടുകൾ മാറി താമസിക്കുന്ന കാലഘട്ടത്തിൽ ഞാനും കുഞ്ഞോളും വൈകിട്ട് നടക്കാൻ ഇറങ്ങുമ്പോൾ മാവേലിക്കരയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെയൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾ ചുമ്മാതെ പറയും, ചിലപ്പോൾ ഇവിടെ ആയിരിക്കും നമുക്ക് കർത്താവ് ഒരു സ്ഥലം ഒരുക്കുന്നത്. വേറെ ഒരു സ്ഥലം കാണുമ്പോൾ പറയും, ഇവിടെ ആയിരിക്കും കർത്താവ് നമുക്കൊരു സ്ഥലം ഒരുക്കുന്നത് എന്ന്. അങ്ങനെ ഓരോ സ്ഥലവും കാണുമ്പോൾ ഇത് നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്ന സ്ഥലമാണ് എന്ന് ഞങ്ങൾ ചിന്തിക്കുമായിരുന്നു, അല്ലെങ്കിൽ ആശിക്കുമായിരുന്നു. ആ ആശകളൊന്നും ജീവിതത്തിൽ നടന്നില്ല എന്നുള്ളതാണ് സത്യം. മാവേലിക്കരയിൽ ഒരു വീട് വാങ്ങിക്കുവാൻ ഒരുങ്ങിയതിന്റെ അടുത്ത ദിവസം ട്രിവാൻഡ്രത്തിന് താമസം മാറ്റുവാൻ തീരുമാനിച്ചു. അങ്ങനെ തിരുവനന്തപുരത്ത് വന്ന് സെറ്റിൽ ഡൗൺ ചെയ്തു. അതിനുശേഷം 8 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ താമസിക്കുന്ന കുറവൻകോണത്തെ വീട് ഞങ്ങൾ സ്വന്തമാക്കുന്നത്. അപ്പോൾ വീടിനെ കുറിച്ചുള്ള ഒരു സ്വപ്നം ഈ വീട് വാങ്ങിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് ആ സ്വപ്നങ്ങൾ പങ്കിട്ടുകൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ പാടിയ ഒരു പാട്ടാണ്, ഒരു ഭവനം നിത്യഭവനം എനിക്കായി ഒരുക്കിയവൻ വരുമൊരു നാൾ എന്നെ ചേർത്തിടാൻ സ്വർഗീയ ഭവനമതിൽ എന്നും ഉള്ള ഈ ഗാനം. അതൊന്ന് ആലപിച്ചുകൊണ്ട്, നിങ്ങളാരും കേട്ടിട്ടില്ലാത്ത ഒരു പാട്ടാണത്. പക്ഷെ ഈ പാട്ട് മാവേലിക്കര യുണൈറ്റഡ് യൂണിയൻ കൺവെൻഷനിലെ തകർത്തു പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. അത് ആവർത്തിച്ച് എല്ലാ വർഷങ്ങളിലും പാടിയിട്ടുള്ള ഒരു പാട്ടാണ്, ഒരു ഭവന നിത്യഭവനം. പ്രത്യാശ നൽകുന്ന ഒരു പാട്ടാണിത്. സ്വർഗീയ ഭവനത്തെക്കുറിച്ചുള്ള അവിടുത്തെ അനുഭവങ്ങളെ കുറിച്ചുള്ള ഒരു പാട്ടാണിത്. അത് ഞാനൊന്ന് പാടാം. ഒരു ഭവനം നിത്യഭവനം എനിക്കായി ഒരുക്കിയവൻ വരുമൊരു നാൾ എന്നെ ചേർത്തിടാൻ സ്വർഗീയ ഭവനമതിൽ. വരുമൊരു നാൾ എന്നെ ചേർത്തിടാൻ സ്വർഗീയ ഭവനമതിൽ. സ്വർഗീയ വാക്കു തന്നവൻ, വാക്കു മാറാത്ത നായകൻ. സ്വർഗീയ വാക്കു തന്നവൻ, വാക്കു മാറാത്ത നായകൻ. വീണ്ടും വന്നിടും നിശ്ചയം, അന്നു ഞാനീ കൂടാരം വിട്ടിടും. വീണ്ടും വന്നിടും നിശ്ചയം, അന്നു ഞാനീ കൂടാരം വിട്ടിടും. ഒരു ഭവനം നിത്യഭവനം എനിക്കായി ഒരുക്കിയവൻ വരുമൊരു നാൾ എന്നെ ചേർത്തിടാൻ
സ്വർഗീയ ഭവനമതിൽ വരുമൊരു നാൾ എന്നെ ചേർത്തിടാൻ. സ്വർഗീയ ഭവനമതിൽ കാഹളനാദം കേട്ടിടാൻ കാതോർത്തു ഞാനിരിക്കുന്നു. കാഹളനാദം കേട്ടിടാൻ കാതോർത്തു ഞാനിരിക്കുന്നു. രൂപാന്തരപ്പെട്ടിടുവാൻ നിത്യകൂടാരം തന്നിലെത്തിടാൻ. രൂപാന്തരപ്പെട്ടിടുവാൻ നിത്യകൂടാരം തന്നിലെത്തിടാൻ. ഒരു ഭവനം, നിത്യഭവനം എനിക്കായൊരുക്കിയവൻ. വരുമൊരു നാൾ എന്നെ ചേർത്തിടാൻ. സ്വർഗീയ ഭവനമതിൽ വരുമൊരു നാൾ എന്നെ ചേർത്തിടാൻ. സ്വർഗീയ ഭവനമതിൽ സിംഹാസനസ്ഥനായിടും ദൈവാ കുഞ്ഞാടിൻ പൊന്മുഖം. സിംഹാസനസ്ഥനായിടും ദൈവാ കുഞ്ഞാടിൻ പൊന്മുഖം. നേരിൽ കണ്ടെന്നും വാഴ്ത്തും ഞാൻ, പാടിരാപ്പകലാരാധിക്കും ഞാൻ. നേരിൽ കണ്ടെന്നും വാഴ്ത്തും ഞാൻ, പാടിരാപ്പകലാരാധിക്കും ഞാൻ. ഒരു ഭവനം, നിത്യഭവനം എനിക്കായൊരുക്കിയവൻ. വരുമൊരു നാൾ എന്നെ ചേർത്തിടാൻ. സ്വർഗീയ ഭവനമതിൽ വരുമൊരു നാൾ എന്നെ ചേർത്തിടാൻ. സ്വർഗീയ ഭവനമതിൽ ഇല്ലാ വിശപ്പും ദാഹവും, ഇല്ലാ ചൂടില്ല വെയിലും, ഇല്ലാ വിശപ്പും ദാഹവും, ഇല്ലാ ചൂടില്ല വെയിലും. രാത്രിയുമില്ല വീടന്റെ യേശുനാഥൻ വിളക്കായി വാഴുമ്പോൾ. രാത്രിയുമില്ല വീടന്റെ യേശുനാഥൻ വിളക്കായി വാഴുമ്പോൾ. ഒരു ഭവനം, നിത്യഭവനം എനിക്കായൊരുക്കിയവൻ. വരുമൊരു നാൾ എന്നെ ചേർത്തിടാൻ. സ്വർഗീയ ഭവനമതിൽ വരുമൊരു നാൾ എന്നെ ചേർത്തിടാൻ. സ്വർഗീയ ഭവനമതിൽ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഭവനം തിരഞ്ഞു നടന്ന കാലഘട്ടത്തിൽ ശാശ്വതമായ ഒരു ഭവനത്തെക്കുറിച്ചുള്ള ആ സ്വപ്നം, കർത്താവ് നൽകിയ ആ വാഗ്ദത്തം ഓർത്തുകൊണ്ട് പാടിയ പാട്ടാണ് ഈ ഗാനം. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് 14-ാം അധ്യായത്തിൽ നമുക്ക് പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുകയാണ്. 14-ാം അധ്യായം 1, 2, 3 വാക്യങ്ങളില് യേശു കർത്താവ് തന്ന വാഗ്ദത്തം. ആ ഒരു ഭവനത്തെക്കുറിച്ചുള്ള പ്രത്യാശയാണ്. വീടുകൾ മാറി നടക്കുമ്പോൾ, സ്ഥിരമായൊരു വീട് കിട്ടാതെ വന്നപ്പോൾ
ഞങ്ങൾക്ക് ഉണ്ടായ വികാരം. സ്ഥിരമായ വീടുണ്ടാവുക എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാര്യമായിരുന്നു ആ കാലഘട്ടത്തിൽ. കാരണം ഒരു 100 രൂപ പോലും സമ്പാദ്യമില്ലാത്ത കാലമാണ്. അപ്പോ 100 രൂപ പോലും സമ്പാദ്യമില്ലാത്ത ആ കാലഘട്ടത്തിൽ ഒരു വീട് വെറുതെ സ്വപ്നം കാണുക എന്നുള്ളതല്ലാതെ യാതൊരു പ്രയോജനമില്ല. അതുകൊണ്ട് സ്വപ്നം കാണുന്നതിന് ഒരു ചെലവുമില്ലല്ലോ. അതുകൊണ്ട് ഇഷ്ടംപോലെ സ്വപ്നം കണ്ടു, ഇഷ്ടംപോലെ വീടുകൾ സ്വപ്നം കണ്ടു, സ്ഥലങ്ങൾ, ലൊക്കേഷൻസ് ഒക്കെ സ്വപ്നം കണ്ട് നടന്ന കാലഘട്ടത്തിൽ ഈ സ്വപ്നങ്ങളെക്കാളും ഒക്കെ അതീതമായി ദൈവം നമുക്കൊരു ഭവനം, ശാശ്വതമായ ഭവനം ഒരുക്കുന്നുണ്ട് എന്നുള്ള ആ വലിയ വിശ്വാസവും നിശ്ചയം ആ കാലഘട്ടത്തിൽ ഉണ്ടായപ്പോഴാണ് ഈ പാട്ട് പാടിയത്. ആ മാനസാന്തര കാലഘട്ടത്തിൽ അന്നും ഇന്നും കർത്താവ് ഒരുക്കുന്ന അത്ഭുതകരമായ വിധങ്ങളെ കുറിച്ച് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഭവനം ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ സ്വർഗീയമായ ഭവനത്തെക്കുറിച്ച് ഒന്ന് ഓർക്കുവാൻ, പ്രത്യാശിക്കുവാൻ ദൈവം സഹായിച്ചു എന്നുള്ളതാണ്. അബ്രഹാമിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. എബ്രായ ലേഖനം 11-ാം അധ്യായം നാം വായിച്ചു വരുമ്പോൾ, അബ്രഹാം തനിക്ക് വാഗ്ദത്ത ദേശത്ത് ചെന്നിട്ടും ഒരു അന്യദേശത്ത് എന്ന പോലെ അവിടെ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിന് വേണ്ടി കാത്തിരുന്നു എന്നൊരു പ്രയോഗമുണ്ട്. എന്നെ വളരെ ആവേശം കൊള്ളിച്ചിട്ടുള്ള ഒരു വാക്യമാണത്. വാഗ്ദത്ത ഭൂമിയിലാണ് അബ്രഹാം നിന്നത്. പക്ഷേ വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും ചേർന്ന് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അബ്രഹാം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ ഭൂമി അല്ല വാഗ്ദത്ത ഭൂമി എന്നുള്ള ആ ഒരു പ്രഖ്യാപനം ആ കാത്തിരിപ്പിലൂടെ അബ്രഹാം പിതാവ് നമുക്ക് നൽകുകയാണ്. നമുക്കൊരു ശാശ്വതമായ ഭവനമുണ്ടെന്ന്, ആ ഭവനമാണ്, ഭവനത്തിന് വേണ്ടിയുള്ള സ്വപ്നമാണ് നമ്മുടെ യഥാർത്ഥ സ്വപ്നമായിരിക്കേണ്ടതെന്നും അബ്രഹാം അതിലൂടെ പറയുകയാണ്. താൻ വാഗ്ദത്ത ഭൂമിയിലാണ് അപ്പോൾ നിൽക്കുന്നത്. പക്ഷേ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന അബ്രഹാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് പറയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. വ്യത്യസ്തമായിട്ടുള്ള വേർഷൻസ് ഈ വാക്യത്തിനുണ്ട്. അവിടെ എന്നെ ഏറ്റവും ആകർഷിച്ചിട്ടുള്ള ഒരു കാര്യം, ഇൻ മൈ ഫാദേഴ്സ് ഹൗസ് ആർ മെനി മാൻഷൻസ്. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇഫ് ഇറ്റ് വെർ നോട്ട് സോ, അതങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ, വാസസ്ഥലങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ, ഐ വുഡ് ഹാവ് ടോൾഡ് യു, ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു എന്നാണ് പറയുക. അപ്പോൾ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു എന്ന്. എത്ര സത്യസന്ധമായി യേശു കർത്താവ് പറയുകയാണ്. ഈ കാലഘട്ടത്തിലും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണത്. യേശു വളരെ വ്യക്തമായി സംസാരിക്കുകയാണ്. പിതാവിന്റെ ഭവനത്തിൽ there are so many mansions for us. നമുക്ക് വേണ്ടി അനേകം മാൻഷൻസ് ആണ്, വെറും വീടുകളല്ല, കുടിലുകളല്ല എന്റെ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നത്. വലിയ മാൻഷൻസ് ആണ്, വലിയ കൊട്ടാര സദൃശമായ വീടുകളാണ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ഇഫ് ഇറ്റ് വർ നോട്ട് സോ, അതങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ, അവിടെ മാൻഷൻസ് ഒന്നും ഇല്ലായിരുന്നുവെങ്കിൽ, ഐ വുഡ് ഹാവ് ടോൾഡ് യു, ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, there is no mansion in heaven എന്ന്, you cannot see anything there എന്ന്, നിങ്ങൾക്ക് അവിടെ ഒന്നും കാണാൻ കഴിയില്ല എന്ന് പറയുമായിരുന്നു. but there are so many mansions, number of mansions, numerous, എണ്ണിക്കൂടാത്ത വണ്ണമുള്ള മാൻഷൻസ് സ്വർഗത്തിൽ എന്റെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു. ആർക്ക് വേണ്ടി? വിശ്വാസികൾക്ക് വേണ്ടി, എന്നെ പോലെ വീടില്ലാതെ ഈ ഭൂമിയിൽ അലയുന്നവർക്ക് വേണ്ടി എന്നുള്ള ഒരാഹ്വാനമാണ് ആ കാലഘട്ടത്തിൽ എനിക്ക് ലഭിച്ചത്. എനിക്ക് ശാശ്വതമായൊരു ഭവനം സ്വർഗത്തിൽ എന്റെ ദൈവം ഒരുക്കിയിരിക്കുന്നു എന്ന് ആ വാക്കുകളിലൂടെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീട് തിരുവചനം വായിച്ചു വന്നപ്പോഴാണല്ലോ നമുക്ക് കാണാൻ കഴിയുന്നത്, വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ ആ നാടിനെ കുറിച്ചുള്ള മനോഹരമായ ഒരു വർണ്ണന നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്.
വിശപ്പില്ലാത്ത, ദാഹമില്ലാത്ത, സൂര്യനില്ലാത്ത, രാത്രിയില്ലാത്ത ആ ഒരു പ്രദേശത്തെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മനോഹരമായ ഒരവസ്ഥയെ കുറിച്ച് നമുക്ക് സ്വപ്നം കാണുവാൻ അവകാശമുണ്ട്, നമ്മൾ ദൈവമക്കളായതുകൊണ്ട്. ഈ ഭൂമിയിൽ ഞാൻ വെറുതെ സ്വപ്നം കാണാൻ ആർക്കും ചെലവില്ലല്ലോ എന്ന് പറഞ്ഞ് സ്വപ്നം കാണുന്ന സ്വപ്നമല്ല. ഈ വേദപുസ്തകം നമുക്ക് തരുന്ന വാഗ്ദത്തം, തിരുവചനം നമുക്ക് തരുന്ന വാഗ്ദത്തത്തിന്റെ അടിസ്ഥാനത്തിൽ നാം കാണുന്ന സ്വപ്നം, അബ്രഹാം കാണുന്ന സ്വപ്നം, അതാണ് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന അബ്രഹാം. There is a dream for a beautiful city, beautiful house, മനോഹരമായൊരു ഭവനം, മനോഹരമായ ഒരു നഗരം കാണുവാനുള്ള, സ്വപ്നം കാണുവാനുള്ള അവകാശം അബ്രഹാം നമുക്ക് നൽകിയിട്ടുണ്ട്, ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോ ആ നഗരത്തെ കുറിച്ച് 7-ാം അധ്യായത്തിൽ വെളിപ്പാട് പുസ്തകം പറയുന്നു. അവർ 15-ാം വാക്യത്തിൽ മുതൽ, അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ ആരാധിക്കുന്നു, അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. ഹല്ലേലൂയ! സിംഹാസനത്തിൽ ഇരിക്കുന്നവനാണ് കൂടാരം. നമ്മുടെ ഭവനം സിംഹാസനത്തിൽ ഇരിക്കുന്ന യേശുവാണ്. എത്ര മനോഹരമായ ഒരവസ്ഥയാണ്! ഈ ഭൂമിയിലെ വീടും ഈ ഭൂമിയിലെ മാൻഷൻസും ഒന്നുമല്ല, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ തന്നെ നമുക്ക് കൂടാരമായി മാറുന്ന അവസ്ഥ. അതാണ് ദൈവമക്കളുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. എന്റെ കർത്താവ് കൂടാരമായി എന്ന് പറഞ്ഞാൽ നമ്മുടെ സംരക്ഷകനായി, നമുക്ക് എല്ലാവിധമായിട്ടുള്ള കരുതലും തരുന്നവനായി നമ്മോട് കൂടെ ഉണ്ടാവുന്ന അവസ്ഥ. കൂടാരം എന്ന് പറയുന്ന ഒരു വീട് മാത്രമല്ലല്ലോ, അവൻ നമ്മുടെ കരുതലാണ്, അവൻ നമ്മുടെ കാവൽക്കാരനാണ്, അവൻ നമ്മുടെ സങ്കേതമാണ്, നമ്മുടെ ബലമാണ്, കോട്ടയാണ്. ഇതെല്ലാം ആ കൂടാരം എന്ന് പറയുന്ന ഒറ്റ പ്രയോഗത്തിലുണ്ട്. ആ കൂടാരത്തിൽ, യേശുവാകുന്ന കൂടാരത്തിൽ ഞാൻ ഇനി വസിക്കുമെന്ന്. ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയില്ല. സിംഹാസനത്തിന്റെ മധ്യേ ഉള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെയും തുടച്ചു കളയുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഈ ഭവനത്തെ കുറിച്ചുള്ള വലിയ ദർശനമാണ് ഈ ഗാനരചനയ്ക്ക് എന്നെ പ്രേരിപ്പിച്ചത്. ഈ ഭൂമിയിൽ എനിക്ക് സ്വന്തമായി പാർപ്പിടമില്ലെങ്കിൽ പോലും, ഒരു കൂടാരമില്ലെങ്കിൽ പോലും, ഒരു കുടിലില്ലെങ്കിൽ പോലും, സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായ ഒരു കൂടാരം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. താൻ തന്നെ കൂടാരമായി എന്നെ കരുതുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്ന് ഓർക്കുവാൻ ഈ വാഗ്ദത്വത്തിലൂടെ സഹായിച്ചു. അതുകൊണ്ട് I was dreaming a mansion in heaven. സ്വർഗത്തിൽ ഒരു വലിയ മാൻഷൻ ഞാൻ സ്വപ്നം കാണുവാൻ തുടങ്ങി. അതോടുകൂടി ആ കാലഘട്ടത്തിൽ സ്വർഗത്തിലെ ആ വലിയ മാൻഷൻ. അതുകൊണ്ടാണ് ഞാൻ പാടിയത്, ഒരു ഭവനം, നിത്യഭവനം എനിക്കായി ഒരുക്കിയവൻ വരും ഒരു നാൾ എന്നെ ചേർത്തിടാൻ സ്വർഗീയ ഭവനം അതിൽ. എനിക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കി സ്വർഗീയ ഭവനത്തിൽ എന്നെ ചേർക്കുവാൻ എന്റെ നാഥൻ ഒരിക്കൽ വരും എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കുന്ന ഭവനത്തെ കുറിച്ച് സ്വപ്നം കാണുകയും അവന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് വിശ്വാസ പ്രഖ്യാപനം നടത്തുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ആദ്യത്തെ പല്ലവി എന്ന് പറയുന്നത്. ഒരു ഭവനം, നിത്യഭവനം എനിക്കായി ഒരുക്കി അവൻ വരും ഒരു നാൾ, അവൻ വന്ന് നമ്മളെ ചേർക്കും. എന്നിട്ടാണ് സ്വർഗത്തിലുള്ള മാൻഷൻസിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് എന്നോർക്കണം. ആ മഹത്വകരമായ അനുഭവമാണ് ഈ ഗാനത്തിന്റെ ആദ്യ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വർഗീയ വാക്കു തന്നവൻ, വാക്കുമാറാത്ത നായകൻ, വീണ്ടും വന്നിടും നിശ്ചയം, ഞാൻ ഈ കൂടാരം വിട്ടിടും. ഞാൻ ഈ ഭൂമിയിൽ എനിക്കൊരു കൂടാരമുണ്ട്. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ ഈ ഭൗതികമായ നമ്മുടെ ശരീരമാകുന്ന കൂടാരം ഇത് അഴിഞ്ഞു പോകുന്ന കൂടാരമാണ്. എന്നാൽ എന്റെ ദൈവം എനിക്കൊരുക്കുന്ന കൂടാരം എന്ന് പറയുന്നത് ഒരിക്കലും അഴിഞ്ഞു പോകാത്ത ഒരു കൂടാരമാണ്. അഴിഞ്ഞു പോകാത്ത, നാശമില്ലാത്ത ഒരു കൂടാരമാണ്. ശാശ്വതമാണ് ആ കൂടാരം. ഇവിടെ മുമ്പ് നാം വായിച്ചല്ലോ, ആ കൂടാരം യേശു തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ അതിന് ആലങ്കാരികമായി പറഞ്ഞു, യേശു തന്നെയാണ് ആ കൂടാരം എന്ന് പറഞ്ഞാൽ ആ കൂടാരത്തിന്റെ ഉടയവൻ അവനാണ് എന്നർത്ഥം. ആ കൂടാരം അവൻ നിർമ്മിച്ചതാണെന്നർത്ഥം. ആ കൂടാരത്തിന്റെ ശില്പി അവനാണെന്നർത്ഥം.
ആ കൂടാരം ഒരിക്കലും അഴിഞ്ഞു പോകുന്ന കൂടാരമല്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ പുനരുത്ഥാന ശരീരം അതൊരിക്കലും ചീഞ്ഞു പോകുന്ന ശരീരമല്ല, അത് അഴുകിപ്പോകുന്ന ശരീരമല്ല. അത് ശാശ്വതമായി നിലനിൽക്കുന്ന, തലമുറകളോളം നൂറ്റാണ്ടുകളോളം നിലനിൽക്കുന്നതാണ് നമ്മുടെ പുനരുത്ഥാന ശരീരം എന്ന് പറയുന്ന കൂടാരം. ആ കൂടാരത്തെ കുറിച്ചാണ് പാടിയത്. അത് സ്വർഗീയ ഒരിക്കലും അഴിഞ്ഞു പോകാത്ത ഒരു കൂടാരമാണ് എന്ന് പറയുവാൻ കാര്യം അതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈ കൂടാരത്തെ കുറിച്ചൊരു പ്രത്യാശയുണ്ട്. നമുക്ക് ഈ കൂടാരത്തെ സ്വപ്നം കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഭൗതികമായ നമ്മുടെ സ്വപ്നങ്ങൾ മാറ്റി നിർത്തിയാൽ, ആ ഭൗതികമായ സ്വപ്നങ്ങൾ ഏത് നിമിഷവും പൊലിഞ്ഞു പോകുന്ന സ്വപ്നങ്ങളാണ് നമുക്കറിയാം. അത് ആകാൻ സാധ്യതയില്ലാത്ത സ്വപ്നങ്ങളാണ് മിക്കവാറും എല്ലാ സ്വപ്നങ്ങളും. നാം കാണുന്ന എല്ലാ സ്വപ്നങ്ങളും നിറവേറിയാൽ നാം എത്ര ഭാഗ്യവാന്മാരാണ്. പക്ഷേ നാം കാണുന്ന എല്ലാ സ്വപ്നങ്ങളും നമുക്ക് നിറവേറുന്നില്ല. അതുമാത്രമല്ല, പലരുടെയും സ്വപ്നങ്ങളൊന്നും ഒരിക്കലും നിറവേറാറുമില്ല. എന്നാൽ നമുക്കൊരു സ്വപ്നം കാണുവാൻ സ്വർഗത്തിലെ ദൈവം അനുവാദം തന്നിരിക്കുന്നു. ആ സ്വപ്നം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർഗീയ ഭവനത്തെ കുറിച്ചുള്ള സ്വപ്നമാണ്. ആ സ്വർഗീയ ഭവനം കാണുവാനുള്ള അവകാശം, സ്വപ്നം കാണുവാനുള്ള അവകാശം നമുക്കുണ്ട്. അബ്രഹാമിന് മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും ആ ഭവനത്തെ കുറിച്ച് സ്വപ്നം കാണുവാൻ, ആ ഭവനത്തിന് വേണ്ടി കാത്തിരിക്കുവാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും അധികാരവും കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നമ്മുടെ കർത്താവ് ആ ഒരു ഭവനത്തിന് വേണ്ടി നമ്മളെ ഒരുക്കുന്നു. സ്വർഗീയ വാക്കു തന്നവൻ, വാക്കുമാറാത്ത നായകൻ, വീണ്ടും വന്നിടും നിശ്ചയം, ഞാൻ ഈ കൂടാരം വിട്ടിടും. ഞാൻ അന്ന് എൻ്റെ ഈ കൂടാരം വിട്ടിട്ട് അവന്റെ വരവെങ്കിൽ ശാശ്വതമായ കൂടാരത്തിലേക്ക് പറന്നുയരും എന്ന് ആ പാട്ടിൽ ഞാൻ ഏറ്റുപാടുകയാണ്, സാക്ഷിക്കുകയാണ്. എന്നിട്ട് കർത്താവിന്റെ വരവിനെ കുറിച്ചാണ് പിന്നെ പാടുന്നത്. കാഹളനാദം കേട്ടിടാൻ കാതോർത്തു ഞാനിരിക്കുന്നു, രൂപാന്തരപ്പെട്ടിടുവാൻ നിത്യ കൂടാരം തന്നിലെത്തുവാൻ. ദൈവത്തിന് സ്തോത്രം. ഞാൻ എങ്ങനെയാണ് ആ കൂടാരത്തെ പ്രാപിക്കുന്നത്? കാഹളനാദം കേൾക്കുമ്പോൾ തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിന്റെ 2 തെസ്സലോനിക്ക 4:16 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് ദൈവത്തിന്റെ കാഹളത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അന്ത്യകാഹളനാദത്തെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിന്റെ കാഹളം, അവിടെ ആ കാഹളനാദം കേൾക്കുമ്പോൾ നാം രൂപാന്തരപ്പെടുകയും ഈ ഭൂമിയിൽ നിന്ന് നാം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും ചെയ്യുമെന്ന് അവിടെ തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നു. ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിന്റെ 2 അവിടെ പ്രകാരം നാം വായിക്കുന്നു. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 16 മുതൽ കർത്താവ് താൻ നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കുമെന്ന്. ഇവിടെ പറയുന്ന 3 ശബ്ദങ്ങളുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദത്തോടുകൂടെ വരുന്നു. ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ഈ 3 ശബ്ദത്തെ കുറിച്ച് ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്. ഞാനിപ്പോൾ അത് ഓർക്കുന്നില്ല. 3 ശബ്ദത്തിന് വേണ്ടി കാതോർത്തിരിക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തെ കുറിച്ചൊരു കവിത. അപ്പൊ 3 ശബ്ദങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ കാതോർത്തിരിക്കുന്നത്. ഞാനിവിടെ പാടി, കാഹളനാദം കേട്ടിടാൻ കാതോർത്തു ഞാനിരിക്കുന്നു. എന്താണ് ആ കാഹളനാദം? കർത്താവ് താൻ ഗംഭീരനാദത്തോടുകൂടെ വരുന്നു, പ്രധാന ദൂതന്റെ ശബ്ദത്തോടുകൂടെ വരുന്നു, ദൈവത്തിന്റെ കാഹളത്തോടുകൂടെ വരുന്നു. ആ കാഹളനാദത്തിൽ അപ്പൊ ഒരു ഷൗട്ടിംഗ് ആയിട്ടുള്ള, വളരെ മരിച്ചുപോയ സകല മനുഷ്യരെയും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന അതാ കർത്താവിന്റെ ഗംഭീരനാദം എന്ന് പറയുന്നത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടുകൂടെ, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ഈ 3
ശബ്ദങ്ങൾ എന്ന് പറയുന്നത് മരിച്ചു കിടക്കുന്ന ഈ മണ്ണിൽ ലയിച്ചു കിടക്കുന്ന വിശ്വാസികളുടെ ശരീരങ്ങൾ, അവരുടെ പരമാണുക്കൾ എല്ലാം കൂടി യോജിപ്പിക്കുന്ന ശബ്ദങ്ങളാണ്. ഈ 3 ശബ്ദങ്ങൾ ഇനി അതിന്റെ സാങ്കേതികമായ ശാസ്ത്രീയമായ വശങ്ങളെ കുറിച്ച് ഇനിയും പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ 3 ശബ്ദങ്ങൾ പുറപ്പെടുമ്പോൾ ഭൂമിയിലും വെള്ളത്തിലുമുള്ള സകല വിശ്വാസികളുടെയും ശരീരം ഒന്നായി മാറുകയും പുനരുത്ഥാന ശരീരം പ്രാപിച്ച് അവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അതാണ് ആ ശബ്ദത്തിന്റെ പ്രത്യേകത. സ്വർഗീയ ശബ്ദത്തിന്റെ മുമ്പിൽ ഉണരുന്ന ശവശരീരങ്ങൾ. എസെക്കിയേലിന്റെ പുസ്തകം 37-ാം അധ്യായം വായിക്കുമ്പോൾ മൃതന്മാരൊക്കെ ഉയർത്തെഴുന്നേൽക്കുന്ന, അവരുടെ ശവശരീരങ്ങളൊക്കെ ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. മൃതന്മാർ, വിശ്വാസികളായ അവരുടെ ശവശരീരങ്ങൾ അവരുടെ കല്ലറകൾ വിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ആ ഒരു കാഹളനാദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വിശ്വാസിയുടെ പാട്ടാണ് ഇത്. കാഹളനാദം കേട്ടിടാൻ കാതോർത്തു ഞാനിരിക്കുന്നു. അതുകൊണ്ട് ഈ മനോഹരമായ ഗംഭീരമായ 3 നാദങ്ങൾ, എന്നെ രൂപാന്തരപ്പെടുത്തുന്ന നാദങ്ങൾ, ആ രൂപാന്തരപ്പെട്ട് ഞാൻ ദൈവപുത്രന്റെ സന്നിധിയിലേക്ക് ഉയർത്തപ്പെടുന്ന നിമിഷങ്ങളെ ഓർത്ത് ഞാൻ കാത്തിരിക്കുന്നു എന്നാണ് ആ പാട്ടുകാരൻ പറയുന്നത്. നമുക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. കർത്താവ് വരുമ്പോൾ ഈ കാഹളനാദത്തിങ്കൽ നാം ഈ ലോകത്ത് ജീവിച്ചിരിക്കുകയാണെങ്കിൽ നാം രൂപാന്തരപ്പെടും. നാം മരിച്ചുപോയെങ്കിൽ ആ മരണത്തിൽ നിന്നും നാം പുനരുത്ഥാനം ചെയ്യപ്പെടും. ഈ 2 അവസ്ഥകളാണ്. 2 പേരും അവിടെ സംഭവിക്കും. ആദ്യം മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, അത് കഴിഞ്ഞ് ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും. അങ്ങനെ ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു ഭാഗ്യകരമായ അവസ്ഥയാണ്. ഈ സംഗീതത്തിന്റെ, ഈ ശബ്ദത്തിന്റെ ആ ഓളങ്ങളിൽ, ശബ്ദത്തിന്റെ തിരമാലകളിൽ അങ്ങനെ ഉയർന്നുയർന്നു പോകുന്ന വിശ്വാസികളുടെ ഒരു വലിയ കൂട്ടം, വിശ്വാസികളുടെ വലിയൊരു കൂട്ടം. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം പറയുന്നത് ആർക്കും എണ്ണിക്കൂടാത്ത വലിയൊരു പുരുഷാരം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആർക്കും എണ്ണിക്കൂടാനാവാത്ത വലിയൊരു പുരുഷാരം, വിശ്വാസികളുടെ നീണ്ട ഒരു നിര, വലിയൊരു ആഘോഷം. വെള്ള കുരുത്തോല കയ്യിൽ പിടിച്ചുകൊണ്ട്, വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് കുഞ്ഞാടിന് സ്തോത്രഗീതങ്ങൾ പാടുന്ന ഒരു വലിയ പുരുഷാരം. ആ പുരുഷാരത്തിന്റെ മധ്യത്തിൽ ഞാനും നിങ്ങളും കാണപ്പെടണം. അതുകൊണ്ട് അവന്റെ കാഹളനാദത്തിന് വേണ്ടി കാതോർത്തിരിക്കുവാൻ നമുക്ക് കഴിയണം. എപ്പോഴാണ് ആ കാഹളനാദം ഉയരുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ആ സമയത്ത് നമുക്ക് അവനോടുകൂടെ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടുവാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ. പിന്നീട് പറയുന്നു, ആ പാട്ടിൽ വീണ്ടും പറയുകയാണ്, സിംഹാസനസ്ഥനായിടും ദൈവകുഞ്ഞാടിൻ പൊന്മുഖം നേരിൽ കണ്ടെന്നും വാഴ്ത്തും ഞാൻ, പാടി രാപ്പകൽ ആരാധിക്കും ഞാൻ. എന്റെ കർത്താവ് സിംഹാസനസ്ഥനായിരിക്കുമ്പോൾ അവന്റെ മുമ്പിൽ നിന്നുകൊണ്ട് എണ്ണിക്കൂടാത്ത വലിയ പുരുഷാരം ആലപിക്കുന്ന പാട്ടിനോടൊപ്പം ഞാനും പാടിക്കൊണ്ടിരിക്കുമെന്നാണ്. 7-ാം അധ്യായത്തിൽ, വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു. 7-ാം അധ്യായത്തിന്റെ ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്ന് ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ആ സിംഹാസനത്തെ കുറിച്ചാണ് പറയുന്നത്. ആ സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഉണ്ടാകണം. ഞാൻ ചോദിക്കട്ടെ, എണ്ണിക്കൂടാത്ത ഈ മഹാപുരുഷാരത്തിന്റെ മധ്യത്തിൽ ഒരാളാകുവാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഈ പ്രസംഗിക്കുന്നത് കൊണ്ടും കേൾക്കുന്നത് കൊണ്ടും വല്ല അർത്ഥമുണ്ട്? ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ആർ യു ദെയർ among these thousands of people? ഈ വലിയ മൾട്ടിറ്റ്യൂഡിന്റെ മധ്യത്തിൽ, ഈ വലിയ ജനസംഖ്യയുടെ മഹാജനക്കൂട്ടത്തിന്റെ മധ്യത്തിൽ കുരുത്തോലയും പിടിച്ചുകൊണ്ട് നിൽക്കുവാനുള്ള ഭാഗ്യമെങ്കിലും നമുക്കുണ്ടാവുന്നില്ലെങ്കിൽ എന്തിനാണ് നാം ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുന്നത്? വാസ്തവം എന്തിനാണ് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നത്? എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം, ആ മഹാപുരുഷാരത്തിന്റെ മധ്യത്തിൽ വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയും ഏന്തിക്കൊണ്ട് ദൈവപുത്രന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കാൻ നമുക്ക് അവിടെ ഭാഗ്യം ലഭിക്കുന്നില്ലെങ്കിൽ why should we live as a Christian? നമ്മൾ എന്തിനാണ് ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നത്? നമുക്ക് അതുകൊണ്ട് ആ മഹാസിംഹാസനത്തിന്റെ മുമ്പിൽ
മഹാപുരുഷാരത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവപുത്രനെ ആരാധിക്കുവാൻ കർത്താവെ എന്നെയും സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ രാജ്യത്ത് ചെന്നു കഴിഞ്ഞാലുള്ള അവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞത്. അതും വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങൾ. ആ അവസാന വാക്യങ്ങൾ പാടുന്നതാണ്: ഇല്ലാ വിശപ്പും ദാഹവും, ഇല്ലാ ചൂടില്ല വെയിലും, ഇല്ലാ വിശപ്പും ദാഹവും, ഇല്ലാ ചൂടില്ല വെയിലും, രാത്രിയുമില്ല വീടന്റെ യേശുനാഥൻ വിളക്കായി വാഴുമ്പോൾ, രാത്രിയുമില്ല വീടന്റെ യേശുനാഥൻ വിളക്കായി വാഴുമ്പോൾ. എത്ര സുന്ദരമായ ഒരു ജീവിത സാഹചര്യം! വിശപ്പില്ല, ദാഹമില്ല, കണ്ണീരില്ല, രോഗമില്ല, ദുഃഖമില്ല, ഒന്നുമില്ല. അവിടെ രാത്രിയില്ല, രാത്രിയും പകലും അങ്ങനെ പ്രത്യേകമൊന്നും പറയുവാനില്ല. സൂര്യനില്ല, നക്ഷത്രങ്ങളില്ല, ചന്ദ്രനില്ല, ഒന്നുമില്ല. ആ മനോഹരമായ, മനോഹരമായ ഒരു രാജ്യം. ദൈവപുത്രൻ ആ നാടിന്റെ വിളക്ക. ആമേൻ. ദൈവപുത്രൻ ആ നാടിന്റെ വിളക്ക. നമ്മൾ പറയുമ്പോൾ അവനാണ് ആ ഭവനത്തിന്റെ വിളക്ക് എന്ന് പറയും. ആ കുടുംബത്തിന്റെ വിളക്ക് അവളാണ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുക. എന്ന് പറഞ്ഞാൽ കത്തിക്കൊണ്ടിരിക്കുന്നു എന്നല്ലല്ലോ അതിന്റെ അർത്ഥം. ആ വീടിന്റെ മുഴുവൻ ഐശ്വര്യത്തിന്റെയും കാരണം എന്നാണ് അർത്ഥം. ആ വീടിന്റെ മുഴുവൻ നന്മയുടെയും കാരണം എന്നാണ് അർത്ഥം. അതുകൊണ്ട് യേശു കർത്താവ് ഈ രാജ്യത്തിന്റെ വിളക്കായിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തിൽ അവന്റെ അനുഗ്രഹങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത്. അവന്റെ കൃപകളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യം, അവന്റെ നന്മകളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യം, അവന്റെ സ്നേഹത്താൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യം, അവന്റെ കനിവിനാൽ, കാരുണ്യത്താൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എൻ്റെ യേശു വിളക്കായി വാഴുന്ന ഒരു രാജ്യത്തിൽ നമുക്ക് പാർക്കുവാൻ ഒരിടം എൻ്റെ കർത്താവ് ഒരുക്കിയിരിക്കുന്നു എന്ന് ഓർക്കുക. അതാണ് വിശ്വാസികളെ, നമ്മുടെ പ്രയാണത്തിന്റെ അർത്ഥം അതാണ്. അല്ലെങ്കിൽ വിശ്വാസ പ്രയാണത്തിന് അർത്ഥമില്ല. നമ്മുടെ പ്രയാണം അവസാനിക്കുന്നത് ഈ ഭവനത്തിലായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രയാണത്തെ അർത്ഥപൂർണമാക്കി തീർക്കുന്നത്. ഈ ഭവനത്തെ സ്വപ്നം കണ്ടുകൊണ്ടുള്ള ഒരു പ്രയാണമല്ലെങ്കിൽ നമ്മുടെ പ്രയാണം അലക്ഷ്യമായ ഒരു പ്രയാണമാണ്. പരദേശി മോക്ഷയാത്ര എന്ന് പറയുന്ന പ്രസിദ്ധമായ ജോൺ ബനിയന്റെ കൃതി, ദ പിൽഗ്രിംസ് പ്രോഗ്രസ് എന്ന് പറയുന്ന ആ കൃതി, ജയിലറയിൽ കിടന്നുകൊണ്ട് അദ്ദേഹം എഴുതിയ മനോഹരമായ ഒരു നോവലാണ്. വിശ്വാസിയുടെ യാത്രയെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. സത്യക്രിസ്ത്യാനിയുടെ പ്രത്യാശയോടുകൂടിയുള്ള യാത്രയെക്കുറിച്ചാണ് ആ നോവൽ പറയുന്നത്. ഒത്തിരി 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 പരീക്ഷണങ്ങൾ, പരിശോധനകൾ വഴിയാത്രയിലെമ്പാടും അവനുണ്ടാവും. പക്ഷേ ആത്യന്തികമായി ക്രിസ്ത്യാനി കർത്തൃ സന്നിധിയിലെത്തുന്ന ഒരു കഥയാണ് പരദേശിയുടെ മോക്ഷയാത്ര എന്ന് പറയുന്നത്. എൻ്റെ ഭാര്യ എപ്പോഴും പറയുമായിരുന്നു, കാരണം ഈ പാൻഡമിക്കിന്റെ കാലത്ത് പരദേശി മോക്ഷയാത്രയുടെ ഒരു പുതിയ വിവർത്തനം ഞാൻ എഴുതുകയുണ്ടായി. ഞാൻ ഇംഗ്ലീഷ് വായിച്ച് അതിന്റെ മലയാളം പറഞ്ഞു കൊടുക്കും. കുഞ്ഞുമോൾ അത് എഴുതിയെടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ അതെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇപ്പൊ സ്വർഗത്തിലേക്ക് പോകുന്ന വഴി എനിക്ക് നല്ല നിശ്ചയമാണ്, അതുകൊണ്ട് ഞാൻ ഒരു പ്രയാസം കൂടാതെ ഞാൻ സ്വർഗത്തിലെത്തുമെന്ന് പറയുമായിരുന്നു. പാവം, ആ ഒരു വലിയ പ്രതീക്ഷ, ആ വലിയൊരു വിശ്വാസം, ആ ഒരു വലിയ സമർപ്പണം. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതയാത്ര ആത്യന്തികമായി ചെന്ന് അവസാനിക്കുന്നത് ദൈവപുത്രന്റെ സമീപത്താണെന്ന് ഓർക്കുവാൻ, ദൈവപുത്രൻ വിളക്കായി വാഴുന്ന ഒരു ഭവനത്തിലാണ് നമ്മൾ വസിക്കുന്നതെന്ന് ഓർക്കുവാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതം വെറും അധര വ്യായാമം മാത്രമായി തീരും. നമുക്ക് ഈ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ പുലർത്തുവാൻ കഴിയുമോ? കർത്താവേ, നീ വിളക്കായി വാഴുന്ന ഒരു ഭവനം ഞാൻ സ്വപ്നം കാണുകയാണ്. ദൈവം ശില്പിയായി നിർമ്മിച്ച ഒരു ഭവനം, ഒരു നഗരം ഞാൻ സ്വപ്നം കാണുകയാണ്. അവിടെ എനിക്ക് വേണ്ടി പണിതുയർത്തിയിരിക്കുന്ന മാൻഷൻ ഞാൻ സ്വപ്നം കാണുകയാണ്. ഈ ഭൂമിയിൽ എനിക്ക് ഭവനമില്ലെങ്കിലും, ഒരു കുടില് പോലും ഇല്ലെങ്കിലും, എനിക്ക് സ്വർഗത്തിൽ ഒരു മാൻഷൻ ഉണ്ട് എന്നുള്ള ആ വലിയ സ്വപ്നത്തോടുകൂടെ യാത്ര ചെയ്യുവാൻ കർത്താവെ നീ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കുമാറാവട്ടെ. ആമേൻ. ഓക്കെ. മറവിടമായെനിക്കുണ്ട്,
മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ, മറന്നിടാതെ വീടെന്നെ കരുതിടുവാൻ. മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്, മറവിടമായ എനിക്ക് യേശുവുണ്ട്. മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ, മറന്നിടാതെ വീടെന്നെ കരുതിടുവാൻ. മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്, അനുദിനവും അനുഗമിപ്പാൻ അവൻ നല്ല മാതൃകയാകും എനിക്ക്. അനുദിനവും അനുഗമിപ്പാൻ അവൻ നല്ല മാതൃകയാകും എനിക്ക്. ആനന്ദ ജീവിതമായി അനുഗ്രഹമായി എന്നെ നടത്തിയിടുന്നു. ആനന്ദ ജീവിതമായി അനുഗ്രഹമായി എന്നെ നടത്തിയിടുന്നു. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിട. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിട. വരികയില്ലാതെ പിരിയുകില്ല, വലതുകൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു. വരികയില്ലവൻ എന്നെ പിരിയുകില്ല, വലതുകൈ പിടിച്ചെന്നെ നടത്തിയിടുന്നു. മറവിടമായ എനിക്ക് യേശുവുണ്ട്, മറച്ചിടും അവൻ എൻ്റെ ചിറകടിയിൽ, മറന്നിടാതെ വീടെന്നെ കരുതിടുവാൻ. മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. ഇതാ വേഗം ഞാൻ വനവിരവിൽ, ഇനിയുള്ളരുമെന്നരുളി ചെയ്ത. ഇതാ വേഗം ഞാൻ വനവിരവിൽ, ഇനിയും വരുമെന്നരുളി ചെയ്ത. ഈ നല്ല നാടും ഇരവും പകലും എണ്ണി വസിച്ചിടുന്നു. ഈ നല്ല നാടത്തിൽ ഇരവും പകലും എണ്ണി വസിച്ചിടുന്നു. മറവിടമായ എനിക്ക് യേശുവുണ്ട്, മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ, മറന്നിടാതെ വീടെന്നെ കരുതിടുവാൻ. മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. താങ്ക് യു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും കേട്ട വചനത്തോടും കൂടെ ഇപ്പോഴും എന്നേക്കും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.